തിരുവനന്തപുരം നഗരപ്രദേശങ്ങളിൽ ഇന്ന് വെള്ളമുണ്ടായിരുന്നില്ല എന്നുള്ളതായിരുന്നു. എന്തായാലും ആ കുടിവെള്ള പ്രശ്നം വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടാണ് തിരുവനന്തപുരം നഗരനിവാസികളെ സംബന്ധിച്ച് ഉണ്ടായിരിക്കിയത്. ആ കുടിവെള്ള പ്രശ്നം ഒടുവിൽ പരിഹരിച്ചിരിക്കുകയാണ്. 4 ദിവസത്തിന് ശേഷം പമ്പിംഗ് ആരംഭിച്ചു. പൂർണ്ണതോതിൽ വെള്ളമെത്താൻ 2 മണിക്കൂർ എടുക്കുമെന്നാണ് നേരത്തെ അറിയിച്ചിരിക്കുന്നത്. അവസാന വീട്ടിലും വെള്ളം എത്തുന്നവരെ ടാങ്കറിൽ വെള്ളം എത്തിക്കുന്നത് തുടരും എന്ന് അധികൃതർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് ഒരുപാട് പരാതികൾക്കും ആക്ഷേപങ്ങൾക്കും ഇടയിലാണ് അധികൃതർ അത് നടത്തിയത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കുടിവെള്ള വിതരണത്തിൽ പ്രതിസന്ധി ഉണ്ടാകാനിടയായ സാഹചര്യം പരിശോധിക്കണമെന്ന് പറഞ്ഞത് മേയർ ആര്യ രാജേന്ദ്രനാണ്. ഉദ്യോഗസ്ഥ തലത്തിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ സർക്കാർ നടപടിയെടുക്കണമെന്നും മേയർ ആര്യ രാജേന്ദ്രൻ ആവശ്യപ്പെട്ടു. നമ്മളിപ്പോൾ പമ്പിംഗ് ആരംഭിച്ചിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് 1.5 മണിക്കൂറിനുള്ളിലായിരിക്കും വെള്ളം എത്തിച്ചേരുന്നത്. തുടർന്നുള്ള മണിക്കൂറുകളിൽ ഏതാണ്ട് 3 മണിക്കൂറിനുള്ളിൽ നമുക്ക് ഉയർന്ന പ്രദേശങ്ങളിലും നമുക്ക് വെള്ളം ലഭ്യമാക്കാൻ സാധിക്കും എന്നുള്ള പ്രതീക്ഷയാണ് നഗരസഭ എന്നുള്ള നിലയിൽ തീരുമാനിച്ചിട്ടുള്ളത്. ഇപ്പോൾ 40 വാഹനങ്ങൾ നഗരത്തിൽ, 30 വാഹനങ്ങളായിരുന്നു നേരത്തെ, 40 വാഹനങ്ങൾ ഇപ്പോൾ നഗരത്തിൽ വിവിധ ഇടങ്ങളിലായി സർവീസ് നടത്തുന്നുണ്ട്. 10 വാഹനങ്ങൾ കൊച്ചിയിൽ നിന്ന് നഗരത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മൊത്തം 50 വാഹനങ്ങളിൽ ഈ പ്രശ്നം പൂർണ്ണമായി പരിഹരിക്കുന്നവരെ, നമുക്കറിയാം ഇതിന്റെ പമ്പിംഗ് നടന്ന് പൂർണ്ണ സ്ഥലത്തും ഈ വെള്ളം എത്തുന്നത് വരെയുള്ള സമയത്ത് അവസാനത്തെ പരാതി വരെ പരിഹരിക്കുന്ന ആ സമയം വരെ നഗരസഭ ഈ ഇപ്പോൾ നിലവിൽ ആരംഭിച്ചിട്ടുള്ള സർവീസുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഉദ്യോഗസ്ഥ തലത്തിൽ അത്തരത്തിലേക്കുള്ള വീഴ്ചകൾ വന്നിട്ടുണ്ട് എങ്കിൽ സർക്കാർ തലത്തിൽ അതിനാവശ്യമായ പരിശോധന നടത്തണം എന്ന അഭിപ്രായം തന്നെയാണ് നഗരസഭയ്ക്കുള്ളത്. വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ അത് സ്വാഭാവികമായിട്ടും പരിശോധിക്കേണ്ട ഇടങ്ങളിൽ അത് പരിശോധിക്കുക തന്നെ വേണം. അതെ, ഇതിലിപ്പോൾ കൂടുതൽ വിശദാംശങ്ങളുമായി സലിം മാലിക് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. സലിം, അങ്ങനെ ദിവസങ്ങൾ നീണ്ട ആ ഒരു കഷ്ടപ്പാട് അത് മാറിയോ? തിരുവനന്തപുരം നിവാസികളെ സംബന്ധിച്ച് വീടുകളിൽ വെള്ളം എത്തിത്തുടങ്ങിയോ? എന്താണ് അവിടുത്തെ സ്ഥിതി? പ്രവിത, 5-ാം തീയതി രാവിലെ മുതൽ 6-ാം തീയതി രാവിലെ വരെ തിരുവനന്തപുരം നഗരത്തിൽ കുടിവെള്ളം മുടങ്ങും എന്നൊരു അറിയിപ്പിൽ തുടങ്ങിയതാണ് ആ പ്രതിസന്ധി. 4 ദിവസം പിന്നിട്ട് അത് 5-ാം ദിവസത്തിലേക്ക് കടക്കുന്നതിനിടെ ഈ മണിക്കൂറിലും എന്തായാലും തിരുവനന്തപുരം നഗരത്തിലെ ആ പ്രതിസന്ധികളുള്ള ഒരു വീട്ടിലും വെള്ളം ഈ മണിക്കൂറിലും എത്തിയിട്ടില്ല. അല്പസമയത്തിനകം തന്നെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം എത്തി തുടങ്ങും എന്നുള്ള അറിയിപ്പാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അത് അങ്ങനെ തന്നെ എത്തും എന്നുള്ള പ്രതീക്ഷയിലുമാണ് ഇപ്പോൾ നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലം. അതായത് ഈ അറ്റകുറ്റപ്പണി നടന്ന സ്ഥലം, അവിടെ ഇപ്പോൾ ഇതിന്റെ അധികൃതർ ഉൾപ്പെടെ കാത്തു നിൽക്കുന്നുണ്ട്. അതായത് 1.5 മണിക്കൂറിനുള്ളിൽ പമ്പിംഗ് തുടങ്ങി 1.5 മണിക്കൂറിനുള്ളിൽ ഇവിടേക്ക് വെള്ളം എത്തും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ആ 1.5 മണിക്കൂർ സമയത്തേക്ക്, അതിന് 1 മണിക്കൂർ കൂടിയാണ് ബാക്കിയുള്ളത്. ആ സമയത്തേക്ക് ഇവിടെ വെള്ളം എത്തുമ്പോൾ ഏതെങ്കിലും തരത്തിൽ ലീക്കേജ് ഉണ്ടോ എന്ന പരിശോധനയാണ് നടത്തുക. അതിനിടയിൽ ഇവിടേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ താഴ്ന്ന പ്രദേശങ്ങളിൽ പലയിടങ്ങളിലെയും വീടുകളിൽ വെള്ളം എത്തും എന്നുള്ള പ്രതീക്ഷയുമുണ്ട്. അതുകൊണ്ട് തന്നെ 1/2 മണിക്കൂറിനുള്ളിൽ ഏതെങ്കിലുമൊക്കെ വീടുകളിലേക്ക് വെള്ളം എത്തി തുടങ്ങും എന്നുള്ളൊരു ആശ്വാസകരമായ വാർത്ത തിരുവനന്തപുരം നഗരവാസികളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. പൂർണ്ണ തോതിൽ വെള്ളം എല്ലായിടത്തും ഉയർന്ന പ്രദേശങ്ങളിൽ ഉൾപ്പെടെ എത്താൻ 3 മണിക്കൂറിലധികം സമയമെടുക്കും എന്നുള്ളതാണ് മേയർ അറിയിച്ചിരിക്കുന്നത്. അത് അങ്ങനെ തന്നെ സംഭവിച്ചാൽ ഏറെക്കുറെ ഇന്ന് രാത്രി 12 മണിക്കും 1 മണിക്കും ഇടയിലൂടെ തിരുവനന്തപുരം നഗരത്തിൽ കഴിഞ്ഞ 4 ദിവസമായി അനുഭവിച്ചുകൊണ്ടിരുന്ന സമാനതകളില്ലാത്ത പ്രതിസന്ധിക്ക് ഒരു അറുതി വരും എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പോഴും ഏറ്റവും വലിയ ആശങ്കയായി ഇപ്പോഴും തുടരുന്നത് അത് ഒരു നേരിയ ആശങ്ക മാത്രമാണ്. കാരണം മറ്റെല്ലാ ക്രമീകരണങ്ങളും പൂർത്തീകരിച്ച് ലീക്കേജ് ഇല്ലായിരിക്കുമെന്നൊക്കെ ഉറപ്പുവരുത്തിയിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് നടത്തിയിരിക്കുന്നത്. പക്ഷേ വാട്ടർ അതോറിറ്റി നമ്മൾ അത്ര കണ്ടങ്ങനെ വിശ്വസിച്ച് അതിനെ മുഖവിലക്കെടുത്തുകൊണ്ട് നമുക്ക് അഭിപ്രായം ഇപ്പോൾ സ്ഥലമുള്ള അവിടെയാണല്ലോ ചോർച്ച ഉണ്ടായത്. അവിടെ ഇപ്പോൾ വാൽവ് പൈപ്പുമായി ഘടിപ്പിച്ചിട്ടുണ്ട്. അതുവഴി ഇപ്പം വെള്ളം പോയി തുടങ്ങിയോ? അല്ല, വാട്ടർ പമ്പിങ് ആരംഭിച്ചിട്ട് ഇവിടെ എത്തിയോ? ഇതിപ്പോൾ ഈ മേഖലയിലേക്ക് വെള്ളം എത്തിയോ? ഇതുവഴി പോയി തുടങ്ങിയോ? പ്രജൻ അങ്ങനെ എത്തിയിട്ടില്ല. അത് 1.5 മണിക്കൂർ സമയം, അതായത് അരുവിക്കരയിൽ നിന്നും പമ്പിംഗ് ആരംഭിച്ച് ഇവിടേക്ക് എത്താൻ 1.5 മണിക്കൂർ സമയം ഉണ്ട്. അതിൽ 1/2 മണിക്കൂർ സമയം മാത്രമാണ് ഇപ്പോൾ പമ്പിംഗ് ആരംഭിച്ചിട്ട് അത് ഔദ്യോഗികമായി ക്ലീനിങ് പ്രോസസ്സൊക്കെ കഴിഞ്ഞ് വെള്ളം ഇവിടേക്ക് പമ്പ് ചെയ്തിട്ട് 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുള്ളൂ. ഇനി 1 മണിക്കൂർ സമയം എടുക്കും. എന്നിട്ട് മാത്രമേ ഇവിടേക്ക് എത്തുകയുള്ളൂ. അപ്പോൾ മാത്രമേ ഏതെങ്കിലും തരത്തിലുള്ള ലീക്കേജ് ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിലൊക്കെ നമുക്കൊരു വ്യക്തത വരും. പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വാട്ടർ അതോറിറ്റി അങ്ങനെ ഒരു ലീക്കേജും ഉണ്ടാകില്ല എന്ന് കരുതി വിശ്വാസത്തിൽ എടുക്കാനും കഴിയില്ല. കാരണം ആദ്യഘട്ടത്തിൽ ഇതിന്റെ അറിയിപ്പ് വന്ന സമയം മുതൽ വാട്ടർ അതോറിറ്റിക്ക് പിഴവുകൾ ഇതിൽ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. 5-ാം തീയതി രാവിലെ മുതൽ 6-ാം തീയതി രാവിലെ വരെ ഈ വെള്ളം മുടങ്ങും, ജലവിതരണം മുടങ്ങുമെന്ന് മാത്രമായിരുന്നു അറിയിപ്പ്. പക്ഷേ അതങ്ങനെ നടന്നില്ല. 4 ദിവസം നീണ്ടു എന്നുള്ളതാണ് ഒന്നാമത്തെ പിഴവ്. അതിനുശേഷം ഈ വലിയ പ്രതിസന്ധിയിലേക്ക് നഗരവാസികൾ എത്തിയപ്പോൾ ഇന്നലെ മന്ത്രി വി ശിവൻകുട്ടി തന്നെ അടിയന്തരമായ ഒരു യോഗം വിളിക്കുകയും അതിനുശേഷം ഇന്നലെ വൈകുന്നേരത്തോടെ ഈ പിഴവുകളെല്ലാം പരിഹരിച്ച് ജലവിതരണം പൂർത്തിയാക്കുമെന്ന് അറിയിച്ചിരുന്നതാണ്. അത് ഇന്നലെ വൈകുന്നേരം നടന്നില്ല. പിന്നീട് ഇന്ന് രാവിലെ പുലർച്ചയോടുകൂടി ജലവിതരണം തുടങ്ങുമെന്ന് അറിയിച്ചു. രാവിലെയോടുകൂടി ആ
നിലയിലേക്ക് വെള്ളം പമ്പ് ചെയ്തപ്പോഴാണ് ഈ പ്രദേശത്ത് ലീക്കേജ് കണ്ടെത്തിയത്. അതോടുകൂടി തന്നെ ആ രാവിലെയുള്ള ജലവിതരണവും മുടങ്ങി. അങ്ങനെ 3-ാം ദിവസം എന്നുള്ളത് 4-ാം ദിവസത്തിലേക്ക് കടന്നു എന്നുള്ളതാണ് വാട്ടർ അതോറിറ്റിയുടെ 3ാമത്തെ പിഴവ്. അതിനുശേഷം പിന്നീട് 4 മണിക്കും 5 മണിക്കും 6 മണിക്കും ഒക്കെ ഇപ്പോൾ വെള്ളം വരാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിലും ഒന്നും ഉണ്ടായില്ല. അതിനൊടുവിലാണ് അല്പസമയത്തിനകം ഈ പണികളെല്ലാം പൂർത്തീകരിച്ച് അല്പസമയത്തിനുള്ളിൽ വെള്ളം വരുമെന്നൊരു പ്രതീക്ഷയിൽ നിൽക്കുന്നത്. എന്തായാലും നഗരവാസികൾക്ക് 1 മണിക്കൂറിനുള്ളിൽ തന്നെ ജലവിതരണം പൂർത്തിയായി കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മളെല്ലാവരും ഇപ്പോഴും ഉള്ളത്. പ്രവിത. ശരി, സാലിം മാലിക്കാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. എന്തായാലും തിരുവനന്തപുരം നഗരനിവാസികളെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധിയായിരുന്നു. 4 ദിവസം കുടിവെള്ളമില്ല എന്ന് പറയുന്നത് ചെറിയ കാര്യമൊന്നുമല്ല. എനിക്ക് തോന്നുന്നു ഇത് ടെക്നിക്കൽ ഇഷ്യൂസ് ആണ്. ഈ നമ്മൾക്കറിയില്ലല്ലോ എവിടെയാണ് പൈപ്പ് പൊട്ടുക, ചോർച്ചണം, അതൊക്കെ സംഭവിക്കാം. പക്ഷേ അതേസമയം അത് മുൻകൂട്ടി കണ്ടില്ല, അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവാൻ മുൻകൂട്ടി കണ്ടില്ല. ഇനിയിപ്പം മുൻകൂട്ടി കണ്ടില്ലെങ്കിലും കുഴപ്പമില്ലായിരുന്നു. ഈ പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനനുസൃതമായി ബദൽ സംവിധാനം പെട്ടെന്ന് തന്നെ ഒരുക്കണം. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമല്ല. അത് ഒരുക്കുന്നതിൽ പരാജയം സംഭവിച്ചു എന്നത് പറയാതെ വയ്യ. മാത്രമല്ല, വട്ടിയൂർക്കാവ് MLA VK പ്രശാന്ത് നേരത്തെ സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഉദ്യോഗസ്ഥ തലത്തിൽ വീഴ്ച ഉണ്ടായിട്ടുണ്ട്, ഉദ്യോഗസ്ഥരുടെ കെടുകാര്യസ്ഥതയാണ് ഇതിനൊക്കെ കാരണമായത്, അതുകൊണ്ട് തന്നെ അവർക്കെതിരെ നടപടി വേണമെന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പം ഇങ്ങനെ ഭരണതലത്തിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഉദ്യോഗസ്ഥ വീഴ്ച എന്ന് പറയും, ഉദ്യോഗസ്ഥരോട് പറയുമ്പോൾ അത് ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയ ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയും. അപ്പം അങ്ങനെ അങ്ങോട്ടും തട്ടിയിട്ട് കാര്യമില്ല. ജനങ്ങളാണ് വലിയ വലച്ചിലായത്. എന്തായാലും 4 ദിവസം നീണ്ടു നിന്ന ആ പ്രതിസന്ധി അത് അർദ്ധരാത്രിയോടെയെങ്കിലും പരിഹരിക്കപ്പെടുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാത്തിരുന്ന് കാണാം.